ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ സിമ്പിളായിട്ട് പേപ്പർ സോപ്പ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ മിക്കവർക്കും ഉണ്ടാവും. എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ആ ചെറിയൊരു മണം ഉണ്ടാകും നമ്മുടെ കയ്യിൽ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറും നമ്മുടെ ഹാൻഡ് വാഷും മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ സോപ്പ് കുറച്ച് ഉരുക്കിയിട്ട് ചെയ്താൽ മതി. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ പേപ്പർ എടുത്താൽ മതി. A4 സൈസോ അങ്ങനത്തെ എന്തെങ്കിലും പേപ്പർ ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഞാൻ എടുക്കുന്നത് സാവ്ലോൻ്റെയാണ്. വെള്ളം ചേർക്കെടുത്തിട്ടോ ഗൈസ്. ഞാൻ ആദ്യമേ വെള്ളം ചേർത്തടിച്ചിട്ട് ഒന്നും വന്നില്ല ഗൈസ്. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് തന്നെ അടിക്കണം. പിന്നെ ഗൈസ്, നമ്മുടെ ചാനലിൽ നമുക്ക് 70 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. വാവ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിന് പൊക്കത്തോലും വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തതുപോലെ കട്ട് ചെയ്യാം. ചെറുതാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ വലിയ പാത്രം എടുക്കേണ്ടി വരും. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ പെയിൻറ്റ് ബ്രഷോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, പെയിൻറ്റ് ബ്രഷോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ ഈ വീഡിയോയിൽ വെള്ളമാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഞാൻ വെള്ളം കൊണ്ട് ചെയ്തിട്ടാ. ഈ വീഡിയോയിൽ വെള്ളമാണ്, വെള്ളം കൊണ്ട് ചെയ്യേണ്ട. ഇനി അടുത്ത വീഡിയോയിൽ വെള്ളം അല്ലാത്തത് വരുള്ളൂ. ഇത് കുറച്ച് ക്ലാരിറ്റി കൂടുതലുള്ള കാരണമാണ് ഇതെടുത്തത്. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ. ഇത് ചെയ്തിട്ട് കമൻറ്റ് ഓണാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാനെല്ലാം വായിക്കും. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ പയ്യെ തേച്ച് കൊടുത്താൽ മതി. ഭയങ്കര അമർത്തി തേക്കേണ്ട, ടിഷ്യൂ പേപ്പറല്ലേ പോകും. ഇതേപോലെ തന്നെ പേപ്പറിലും ചെയ്താൽ മതി. പിന്നെ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിൽ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കുറേ ആഴ്ച തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ ഒന്നും പക്ഷെ ഇട്ടിട്ടില്ല. ഇട്ട് തുടങ്ങുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഹാൻഡ് വാഷ് നേരിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു പ്രാവശ്യം ചെയ്ത് ഉണക്കി കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും വന്നില്ല. അത് കാരണം ഒന്നും കൂടെ ചെയ്യാണ്. വേണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ വലിയ ഇതായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ 2 രീതിയിലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഒരു ലോങ് വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് 1 മാസമായി. എനിക്കിതുവരെ എഡിറ്റ് ചെയ്തിടാനുള്ളൊന്നും സമയം കിട്ടിയിട്ടില്ല. മടിയാണ്, വേറൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പാത്രം വെക്കുമ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. അത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ താഴെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചാൽ മതി. പിന്നെ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുപ്പിയിലൊക്കെ ഒട്ടിച്ച് വെച്ചു. അപ്പം അത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്ത് കട്ട് ചെയ്യണം. എൻ്റെ ഇതിൽ മുറിയുന്നില്ല. എന്നിട്ട് ഞാൻ അടുക്കളയിലുള്ള കത്തി കൊണ്ടാണ് ഞാൻ മുറിച്ചത്. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞു പീസാക്കിയല്ല. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ പേപ്പർ സോപ്പ് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പതപ്പിക്കുക. പേപ്പർ സോപ്പ് എടുത്ത് വെള്ളമൊഴിച്ച് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കഴിച്ചത് ഉണക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെക്കാം. ഉച്ച സമയത്തൊക്കെയാണ് ചെയ്യണമെങ്കിൽ വെയിലത്ത് വെക്കാം. അല്ലെങ്കിൽ രാത്രി ചെയ്തിട്ട് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്കും അത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഗൈസ് പച്ച കളറൊക്കെ എടുത്തിട്ട് കൈ തേക്കുന്നുണ്ട്. കാണിച്ചു തരാം, ഫേക്കാണോ റിയലാണോ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതേ മെത്തേഡ് തന്നെ ചെയ്യുക. കയ്യിലേക്ക് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ പേപ്പർ സോപ്പ് വെച്ച് നന്നായിട്ടങ്ങ് തിരുമുക. ഓക്കെ ഗൈസ്, ഒറ്റ പേപ്പർ സോപ്പ് വെച്ചേക്കണ കാരണമാണ് കുറച്ച് പതം വന്നത്. കുറേ പേപ്പർ സോപ്പ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പതഞ്ഞ് വരും. പിന്നെ ഈ പേപ്പർ സോപ്പിൻ്റെ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ. വെറുതെ പേപ്പറെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, അതൊക്കെ കൊണ്ടങ്ങ് ചെയ്ത് നോക്ക്. അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ബൈ, ടാറ്റാ.